രണ്ടെണ്ണം മതി, കാരണം അറിയില്ലല്ലോ ഞാൻ. വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടി വാട്ട 8ൻ്റെ ഡേ ആട്ടോ. അപ്പോൾ എൻ്റെ പോസ്റ്റിംഗ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഇന്ന് ഞാൻ ഭയങ്കര ലേറ്റായിട്ട് എണീറ്റ്. ഇന്ന് മാത്രമല്ല, ഇന്ന് ലേറ്റ്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ എൻ്റെ വാട്ട 8 ഫസ്റ്റ് തുടക്കത്തിൽ രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ 2 കവിള് ഫുള്ള് നിറയെ വെള്ളം കുടിക്കും കേട്ടോ. അതാട്ടെ എൻ്റെ മെയിൻ കാര്യം. കാരണം വെറും വയറ്റിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ തൊണ്ടയിൽ എന്തോ കെട്ടിക്കിടക്കണ പോലെ തോന്നുന്നുണ്ട്. ശരിക്കും പറയാമല്ലോ, വെറും വയറ്റിൽ 2 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുന്നത് ശരിക്കും നല്ല കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് ഫുള്ള് നല്ല കാര്യമാണത്. ഗൈസ്, അപ്പോൾ പോസ്റ്റിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങണ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് നന്നായി ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ഒക്കെ എടുക്കണം കണ്ടപ്പോഴേക്കും നിങ്ങളെല്ലാവരും വിചാരിച്ച് കാണുമായിരിക്കും ഞാൻ വലിയ മേക്കപ്പാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയ സിമ്പിളായിട്ട് ചെറുതായിട്ട് എലഗൻറ്റ് ലുക്കായിട്ട് ചെറിയ മേക്കപ്പായിട്ട്, വേറെ ഒന്നുമില്ല. ചെറിയൊരു മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെന്താ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ചെറുതായിട്ടൊന്ന് ഐലൈനർ, അത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ മേക്കപ്പ് ഉണ്ടാവും, ഒരു പൊട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ പറയില്ല. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സൺസ്ക്രീൻ ആട്ടോ ഇട്ട്. ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീനാണ്. ഇപ്പോൾ 2-3 ദിവസമായുള്ളൂ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാം. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിൻ ആട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ അത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. റിസൾട്ട് എന്തായാലും പറഞ്ഞേക്കാം. സത്യം പറയാമല്ലോ, ഇപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ കേസ് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ പുറത്തുള്ള ലൈൻ ബസ്സിനായിരിക്കും വരുന്നത്. അപ്പോൾ ലൈൻ ബസ്സിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് മെയിൻ ഗേറ്റിൽ നിന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വന്നെങ്കിൽ തന്നെ അത്യാവശ്യം ദൂരം ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റ് വെയിലും കൊണ്ട് വന്നെങ്കിൽ കുട ഉണ്ടായിട്ടും കാര്യമില്ല, അതുമാതിരി വെയിലാണ്. സത്യം പറയാലോ, കുടയ്ക്കൊന്നും തരാൻ പറ്റാത്ത എന്തോ ഒരു ഇത് സൺസ്ക്രീൻ തരാൻ പറ്റും. അല്ലേ യോജിക്കുന്നില്ലേ നിങ്ങൾ? ഇത്രയും നേരം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഇനിയെങ്കിലും സ്പീഡിന് ഒരുങ്ങിയില്ലെങ്കിൽ ബസ് പോണ വഴി അറിയത്തില്ല. ബസ് മാത്രം പോണതല്ല, ഫുഡ് കഴിക്കണ്ടേ? വെല്ലോ തിന്നാലല്ലേ അവിടെ കാഷ്വാലിറ്റി പോയി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ചെന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ബസ് വരല്ലേ എന്നൊരു പ്രാർത്ഥനയാണ്. കാരണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഫുഡ് കഴിക്കണം, എന്നിട്ട് ബസ് വരുമ്പോൾ ബസ്സിൽ കയറി പോകണം. ഒരു 8:15 ആകുമ്പോഴേക്കും വണ്ടി വരും കേട്ടോ. ഭയങ്കര ഫാസ്റ്റ്. എന്ത് ചെയ്യാനോ, ബസ് വരും. എന്ത് വെയിലാണ്. ഗൈസ്, അപ്പോൾ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്, ഞാൻ ഒട്ടും കഴിക്കാത്തത്, പക്ഷേ നിർബന്ധിച്ചാൽ കഴിക്കുന്നതുമായുള്ള ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ. അപ്പോൾ അതേ ജെനി എനിക്ക് വാരി. ഞാൻ ഇവിടുത്തെ ദോശ മാത്രമല്ല കേട്ടോ കഴിക്കാത്ത, വീട്ടിലെയും ദോശ കഴിക്കാറില്ല, എവിടെ പോയാലും ദോശ കഴിക്കാറില്ല. എനിക്ക് ദോശ എന്ന് പറഞ്ഞൊരു സംഭവം ഇഷ്ടമല്ല. അപ്പം ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റാണ് എനിക്ക്. പക്ഷെ ദോശ ഇഷ്ടമല്ല, എന്തുവാന്ന് അറിയത്തില്ല. ദോശ പണ്ടേ വെറുത്തു പോയതാണ് ഞാൻ. ചായയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോഫിയോടായിരുന്നു ഭയങ്കര പ്രേമം. പക്ഷേ പിന്നെ ഞാനത് ടീ ആയിട്ട് മാറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചായ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇവിടെ വന്നപ്പോൾ കോഫിയായിരുന്നു. പിന്നെ ഭയങ്കര മധുരമായിപ്പോയി ഇവിടുത്തെ കോഫിക്കൊക്കെ, ഭയങ്കര മധുരം. പിന്നെ ചായക്കും മധുരമാണ്, അത് വേറെ കാര്യം. എന്നാലും പോസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്കിൽ പോയി ഞങ്ങളിതേ ക്യാൻറ്റീനിൽ നിന്ന് മായും പിന്നെ എൻ്റെ ഫേവറേറ്റ് വെജ് റോളും പപ്സൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇതും എല്ലാ ദിവസത്തെ കലാപരിപാടികളിലും ഒന്നാണ്. സത്യം പറയാലോ, ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലെ ഫുഡ്സൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. പ്രത്യേകിച്ച് വെജ് റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. 10 രൂപയുള്ളെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. മിക്കപ്പോഴും പോസ്റ്റിങ്ങിൻ്റെ ബ്രേക്കിലൊക്കെ ഞങ്ങൾ ഓടിപ്പോയി വെജ് റോൾ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ലിമേടി പോകാറുണ്ട്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇടയ്ക്ക് മഷ്റൂം പപ്സും കഴിക്കട്ടെ. എന്നാലും സ്ഥിരമായിട്ട് എപ്പോഴും കഴിക്കുന്ന ഈ വെജ് റോൾ ആട്ടോ. ഇത് 2 എണ്ണമൊക്കെ, ഒരു ദിവസം 2 എണ്ണമൊക്കെ മേടിച്ച് കഴിക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂടെ അപ്പം ലീമയുണ്ട്. അപ്പം ഞാൻ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞാണ് കഴിക്കുന്നത്. ഞങ്ങൾ 2 കൂടി ബ്രേക്കിന് വന്നതാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഭയങ്കര സ്പീഡിലാട്ടോ കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ഭയങ്കര സ്പീഡിൽ കഴിക്കും. ഇഷ്ടമല്ലാത്തതൊക്കെ പയ്യെ നുള്ളി പയ്യെ ഞാൻ കഴിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്.
അങ്ങനെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കോളേജിൽ പോയി അറ്റൻഡൻസ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കോളേജിൽ പോയി അറ്റൻഡൻസ് എടുത്തിട്ടാണ് ഹോസ്റ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. ഗൈസ് അങ്ങനെ പോസ്റ്റിംഗ് കഴിഞ്ഞത് നേരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ജിമ്മിട്ട് ചുമ്മാ കാണാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായക മിഷനിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഇവിടെ ഫ്രീ ആട്ടോ. ഫ്രീ ആയിട്ട് ജിമ്മിൽ പോവാം. എൻ്റെ ആണെങ്കിൽ ഇൻസ്റ്റ ഫുൾ നിറയെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം റീൽസ് ഫുള്ള്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഇത് എന്തുകൊണ്ട് ദൈവം എന്നെ കാണിച്ചു തരുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് അമ്മ പറയും നീയല്ലേ നിൻ്റെ കോലം തന്നെ കണ്ടുവച്ചാൽ മതി, നീയാണ് ജിമ്മിൽ പോണേന്ന് ചോദിക്കും. അങ്ങനെയാണ്. ഞാൻ ഒരു ദിവസം ചോദിച്ചായിരുന്നു കഴിച്ചത്. പക്ഷേ എന്നോട് പറഞ്ഞു ഈ ബോഡി വെച്ച് നീ ജിമ്മിട്ട് കൊള്ളാന്ന്. അങ്ങനെ ജിമ്മിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ മാർട്ടിൽ പോകട്ടോ. വേറൊന്നിനല്ല, സ്നാക്സ് മേടിക്കാൻ. ശരിക്കും പറയാമല്ലോ ഗൈസ്, ഞങ്ങൾ മെസ്സിൽ പോയി ഫുഡ് കഴിച്ചിട്ട് റൂമിൽ ചെന്നിട്ട് സ്നാക്സ് പിടിച്ചങ്ങ് തിന്നും. എല്ലാ ദിവസത്തെ കലാപരിപാടിയാട്ടോ ഇത്. ഇവിടെയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നബാട്ടിയും പിന്നെ കേക്കും പിന്നെന്താ എൻ്റെ ഫേവറേറ്റ് ഉള്ള ബ്രൗണിയൊക്കെയാണ്. പക്ഷേ എന്നും അത് തിന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല കേരള റൈസും സാമ്പാറും പിന്നെ എന്താ മോരും. ആ മോര് നല്ല കേട്ടോ, എനിക്ക് മോര് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പടവും പിന്നെ ഒരു തോരനുമാണ്. അന്നേ ദിവസം പോസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാട്ടോ അഭിരാമിയുടെ അമ്മ കൊല്ലത്തുനിന്ന് അവളെ കാണാൻ സർപ്രൈസ് ആയിട്ട് വന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൊതി കൊണ്ടുപോയി തന്നത്. എൻ്റെ മുന്നേ ഒന്നും റൂമിലുണ്ടായില്ലായിരുന്നു കേട്ടോ, എല്ലാം തീർന്നു പോയായിരുന്നു. കാരണം കുറേ നാളായി ഞങ്ങൾ വീട്ടിൽ പോയിട്ട്. അപ്പോൾ സത്യം പറയാലോ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പെട്ടി പൊട്ടിക്കുക എന്നൊരു ചടങ്ങില്ലേ, അത് ഓർമ്മ തന്നെ. എല്ലാവരും ചുറ്റിനും കൂടി ഈ പെട്ടിയിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞ ഒരു ആകാംക്ഷയില്ലേ. എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ ആ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന്. കാരണം ഞങ്ങൾ കുറേ നാളായി വീട്ടിൽ പോയിട്ട് ജനുവരി പോയതാണ്, പിന്നെ വീടിൻ്റെ പടി കണ്ടിട്ടില്ല. അപ്പം ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അഭിരാമിയുടെ അമ്മ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന് അത് തുറന്നപ്പോൾ തന്നെ പഴമായിരുന്നു. ശരിക്കും പറയാലോ ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഗൾഫിലെ ആള് വരുമ്പോൾ പെട്ടി പൊട്ടിക്കുക അതാണ് എനിക്ക് ശരിക്കും ഓർമ്മ. ഞങ്ങൾ റൂം നമ്പർ 24 എല്ലാവരും കൂടി ഇരുന്നാണ് പൊട്ടിക്കുന്നതൊക്കെ. എൻ്റെ പൊന്നു സാറേ അത് പൊട്ടിച്ചപ്പോൾ എന്തൊരു സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ. അച്ചാറ്, പല ടൈപ്പ് അച്ചാറ്, പിന്നെ നൗലോസ് ഉണ്ടക എല്ലാം ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ്, നല്ല ഉപ്പിലിട്ട മാങ്ങ, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോരു സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ റൂമിൽ ഒരാഴ്ച 2 ആഴ്ച അത്രയും നിന്ന് പോകത്തുള്ളൂ. ഇപ്പം അച്ചാറൊക്കെ ആണെങ്കിലും ഒരാഴ്ച 2 ആഴ്ചത്തേക്കേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു കുപ്പിയേ കാണത്തില്ല. ഗൈസ് അങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് പെട്ടിയുടെ ഉള്ളിലത്തെ ഒരു കൂട്ടം ഞങ്ങൾ തിന്നു കേട്ടോ. ബൊറോട്ട അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭിരാമിയുടെ അമ്മ ബൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നോയമ്പായതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല, ബൊറോട്ട മാത്രം കഴിച്ചു. ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് വരാം കേട്ടോ. എനിക്ക് 2 മതി, കാരണം കറിയില്ലല്ലോ ഞാൻ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോന് വരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.